ഹായ്, വെൽക്കം ടു ഷൈൻസ് യാൺ ആർട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലത്തെ ടേബിൾ മാറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. കോട്ടൺ യാൺ ഉപയോഗിച്ചാണ് ഈ ടേബിൾ മാറ്റ് ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ഈ ടേബിൾ മാറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഡബിൾ ക്രൂഷ്യ, ഹാഫ് ഡബിൾ ക്രൂഷ്യ, സിംഗിൾ ക്രൂഷ്യ ഈ 3 സ്റ്റിച്ചസ് യൂസ് ചെയ്താണ് ഈ ടേബിൾ മാറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതലും ഡബിൾ ക്രൂഷ്യ സ്റ്റിച്ചസ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ടേബിൾ മാറ്റിന്റെ ബോർഡർ ചെയ്തിരിക്കുന്നത് ഷെൽ സ്റ്റിച്ച്, ക്ലസ്റ്റർ സ്റ്റിച്ച്, പീക്കോട്ട് സ്റ്റിച്ച് ഈ 3 സ്റ്റിച്ചസിന്റെയും കോമ്പിനേഷനിലാണ് ഈ ടേബിൾ മാറ്റിന്റെ ബോർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ടേബിൾ മാറ്റ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോവാം. ടേബിൾ മാറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോട്ടൺ യാണാണ്. കളർ ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ, 4 പ്ലേ യാണാണ്. നെക്സ്റ്റ് വേണ്ടത് ഹുക്കാണ്. 3 mm സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വേണ്ടത് സിസർ, പിന്നെ വേണ്ടത് യാൺ നീഡിൽ. ഇത് ഇത്രയുമാണ് നമുക്ക് ടേബിൾ മാറ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ള ടിപ്സ്. അപ്പോൾ ഇനി നമുക്ക് ടേബിൾ മാറ്റ് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം ബ്രൗൺ കളർ യാൺ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബ്രൗൺ കളർ യാൺ എടുക്കാം. ബ്രൗൺ കളർ യാൺ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലുള്ളത് ടെയിൽ സൈഡും റൈറ്റ് സൈഡിൽ വർക്കിംഗ് സൈഡും ആണ്. അപ്പോൾ വർക്കിംഗ് സൈഡിൽ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ടേബിൾ മാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മാജിക് റിംഗ് ആണ്. ആദ്യം മാജിക് റിംഗ് ചെയ്യണം. ആദ്യം മാജിക് റിംഗ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ മാജിക് റിംഗ് ചെയ്തു. മാജിക് റിംഗ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കണ്ട് മാജിക് റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ട് ഇത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മാജിക് റിംഗ് ചെയ്തു. മാജിക് റിംഗ് ചെയ്തിട്ട് നമുക്ക് 2 ചെയിൻ ഇടണം. 1 2 ചെയിൻ. ടോട്ടലായിട്ട് ആദ്യം നമ്മൾ മാജിക് റിങ്ങിനുള്ളിലൊരു സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെയിൻ ഇട്ടിട്ടുണ്ട്, ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് 1 2 3 ചെയിൻ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ്. അപ്പോൾ ഈ മാജിക് റിങ്ങിനുള്ളിൽ ഇട്ടിരിക്കുന്ന ഈ 3 ചെയിൻ വന്ന് ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ആണ്. ഇനി നമുക്ക് ഈ റിങ്ങിനുള്ളിൽ 11 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ആദ്യം ഹുക്കിനെ യാണിന്റെ അടിയിൽ കൂടി കൊണ്ടുപോയി ഹുക്കിനെ റിങ്ങിനുള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുത്ത് ഫസ്റ്റ് 2 ലൂപ്പിനുള്ളിൽ കൂടിയും പുറത്ത് കൊണ്ടുവരണം. ഇപ്പൊ ഹുക്കിൽ 2 ലൂപ്പുണ്ട്. ഇനി ഈ 2 ലൂപ്പിനുള്ളിൽ കൂടിയും പുറത്ത് കൊണ്ടുവരണം. ഇങ്ങനെയാണ് ഡബിൾ ക്രൂഷ്യ ചെയ്യുന്നത്. ഡബിൾ ക്രൂഷ്യ ചെയ്യുന്ന വീഡിയോയും ഞാൻ നേരത്തെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ റിങ്ങിനുള്ളിൽ 10 ഡബിൾ ക്രൂഷ്യ ചെയ്യണം. അപ്പോൾ 2 ഡബിൾ ക്രൂഷ്യ ആയി. ഇനി 10 3 4 5 ഈ റിങ്ങിനുള്ളിൽ 12 ടോട്ടലായിട്ട് 12 ഡബിൾ ക്രൂഷ്യ ചെയ്യണം. 12 ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ട് നമുക്ക് കാണാം. ടോട്ടലായിട്ട് 12 ഡബിൾ ക്രൂഷ്യസ് ചെയ്തിട്ടുണ്ട്. 2 4 6 8 10 12. ഇനി ചെയ്യേണ്ടത് ഈ ടെയിൽ യാണിനെ വലിച്ച് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. ഈ മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. അതിന് ടെയിൽ യാണിനെ വലിക്കണം. ടെയിൽ യാണിനെ നല്ലപോലെ വലിക്കണം. നല്ലപോലെ വലിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് വേണം റിങ്ങി ക്ലോസ് ചെയ്യാനായിട്ട്. വലിച്ച് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫസ്റ്റ് റൗണ്ടിനെ തന്നെ ക്ലോസ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് മാജിക് റിംഗ് ഇട്ടു. മാജിക് റിംഗ് ഇട്ടിട്ട് ഫസ്റ്റ് റൗണ്ടിൽ 12 ഡബിൾ ക്രൂഷ്യസ് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ഫസ്റ്റ് റൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ 3rd ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. 3rd ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആകും.
ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ആദ്യം 3 ചെയിൻ ഇടണം. 1 2 3 ചെയിൻ ഇടണം. 3 ചെയിൻ ഇട്ടിട്ട് ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് ക്ലസ്റ്റർ സ്റ്റിച്ചാണ്. ക്ലസ്റ്റർ സ്റ്റിച്ചും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി നോക്കിക്കോളൂ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ക്ലസ്റ്റർ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്ലസ്റ്റർ സ്റ്റിച്ചാണ്. സെക്കൻഡ് റൗണ്ടിൽ ക്ലസ്റ്റർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം 3 ചെയിൻ ഇട്ടു. നെക്സ്റ്റ് ഹുക്കിനെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ കാണുന്നില്ല, ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 3 ചെയിൻ ഇട്ടില്ല, അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ച് ആ ലൂപ്പിനുള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവരണം. സ്റ്റിച്ചിനുള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ നമ്മുടെ ഹുക്കില് 3 ലൂപ്പ് ഉണ്ട്. 1 2 3 ലൂപ്സ് ഉണ്ട് കേട്ടോ. 1 2 3 ലൂപ്സ് ഉണ്ട്. ഈ ഫസ്റ്റ് 2 ലൂപ്പിൽ മാത്രം യാണിനെ വലിച്ച് പുറത്തെടുക്കണം. ലാസ്റ്റ് ലൂപ്പിനെ അങ്ങനെ ഹുക്കിൽ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇപ്പൊ ഹുക്കില് 1 2 ലൂപ്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വീണ്ടും ഹുക്കിനെ യാണിന്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ച് ആ സെയിം സ്റ്റിച്ചിൽ കൂടി പുറത്തെടുത്തിട്ട് ഫസ്റ്റ് 2 ലൂപ്സിനുള്ളിൽ കൂടി യാണിനെ വലിച്ച് പുറത്ത് കൊണ്ടുവരണം. ലാസ്റ്റ് ലൂപ്പിൽ ഹുക്കിൽ തന്നെ ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹുക്കില് 1 2 3 ലൂപ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ എത്ര ലൂപ്സ് ഉണ്ട്? 1 2 3 ലൂപ്സ് ഉണ്ട്. ഇനി ഈ 3 ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ വലിച്ച് പുറത്ത് കൊണ്ടുവരണം. ഇതാണ് ക്ലസ്റ്റർ സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് പീക്കോട്ട് സ്റ്റിച്ചാണ്. പീക്കോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 2 3 ചെയിൻ ഇട്ടിട്ട് ഫസ്റ്റ് ചെയിൻ 3 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഞാൻ സാധാരണ പീക്കോട്ട് സ്റ്റിച്ച് വന്ന് ചെയ്യുന്നത് ഫസ്റ്റ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്താണ് ചെയ്യുന്നത്. ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ നമ്മൾ നേരത്തെ ക്ലസ്റ്റർ സ്റ്റിച്ച് ചെയ്തല്ലോ, ഈ ക്ലസ്റ്റർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചസ് ഉണ്ടല്ലോ 1 2 3 ഈ 3 സ്റ്റിച്ച് ഉണ്ടല്ലോ, കാണാവോ? 1 2 3 ഈ സ്റ്റിച്ചസിന്റെ ഉള്ളിൽ കൂടിയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 1 2 3 ഈ 3 സ്റ്റിച്ചിനുള്ളിൽ കൂടി ക്ലസ്റ്റർ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്യണം. ഹുക്കിനെ ഈ ലൂപ്പിനുള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് അങ്ങനെ ഈ 3 ലൂപ്പിനുള്ളിൽ കൂടിയും ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ച് ആ 3 ലൂപ്പിനുള്ളിൽ കൂടിയും പുറത്തെടുക്കണം. എടുത്ത് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യേല്ല, സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അങ്ങനെ വലിച്ച് ആ ചെയിൻ സ്റ്റിച്ചിനുള്ളിൽ കൂടി ഹുക്കിനെ കൊണ്ടുവരണം. അപ്പോൾ ഫസ്റ്റ് ക്ലസ്റ്റർ പീക്കോട്ടുമായി ഒരു ചെയിൻ 1 സ്റ്റിച്ച് കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടോ, നടുക്ക് സെന്ററിൽ കണ്ടോ, ഈ സെന്ററിന്റെ സെക്കൻഡ് റൗണ്ട്, സെന്ററിലെ ഫസ്റ്റ് റൗണ്ട് 12 ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് റൗണ്ട് ആണ് ക്ലസ്റ്റർ സ്റ്റിച്ച്. ഇതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലസ്റ്ററും ഇട്ടിട്ട് പീക്കോട്ടും ചെയ്യണത്. പീക്കോട്ടും കൂടി ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റിച്ച് വരും സെന്ററിൽ. പിന്നെ 12 ക്ലസ്റ്റർ സ്റ്റിച്ചും പീക്കോട്ടും ചെയ്യണം. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇവിടെ പീക്കോട്ട് ചെയ്തിട്ട് ചെയിൻ 1 ഇട്ടു. ചെയിൻ 1 ഇട്ടിട്ട് ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ തന്നെ ക്ലസ്റ്റർ ചെയ്യണം. സ്കിപ്പ് ഒന്നും ചെയ്യണ്ട. നെക്സ്റ്റ് തൊട്ടടുത്ത സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ക്ലസ്റ്റർ ചെയ്യണം. ഫസ്റ്റ് 2 ലൂപ്പിലെ കൂടി പുറത്തെടുത്തിട്ട് ലാസ്റ്റ് ലൂപ്പ് ഹോൾഡ് ചെയ്യണം. വീണ്ടും ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടി എടുക്കുക, ലാസ്റ്റ് ലൂപ്പ് ഹോൾഡ് ചെയ്യണം. വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടിയും പുറത്ത് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ലൂപ്പ് ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് ഉണ്ട്. 1 2 3 4.
ഇനി ഈ 4 ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ പുറത്ത് കൊണ്ടുവരണം. ക്ലസ്റ്റർ സ്റ്റിച്ചായി. നെക്സ്റ്റ് പീക്കോട്ട് 1 2 3 3 ചെയിൻ ചെയ്യാം. 3 ചെയിൻ ഇട്ടിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി വേണം, നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി വേണം ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ. ഈ 4 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടിയും ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ചെയിൻ 1, സെക്കൻഡ് ക്ലസ്റ്റർ പ്ലസ് പീക്കോട്ട്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലും ക്ലസ്റ്റർ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ലാസ്റ്റ് ലൂപ്പിനെ ഹോൾഡ് ചെയ്യണം. ഇനി പീക്കോട്ട് 1 2 3 ചെയിൻ ഇട്ടിട്ട് പീക്കോട്ട് സ്റ്റിച്ച്. പീക്കോട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ചിനുള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് 4 സ്റ്റിച്ചിനുള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ച് ചെയ്യും. സെയിം പാറ്റേൺ തന്നെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. സെയിം പാറ്റേൺ ഫോളോ ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. സെക്കൻഡ് റൗണ്ടിൻ്റെ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി നമുക്ക് ക്ലസ്റ്റർ ചെയ്യാനുണ്ട്. അതിലും കൂടി ഒന്ന് ചെയ്യാം. ചെയിൻ 1 ഇട്ടിട്ട് തേർഡ് ചെയിനിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് സെക്കൻഡ് റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടോട്ടലായിട്ട് 12 ക്ലസ്റ്റർ സ്റ്റിച്ചാണ് വരുന്നത്. ഇനി തേർഡ് റൗണ്ടിൽ നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ 1 ഇട്ടിട്ട് ഈ ബ്രൗൺ കളർ യാണിനെ നമുക്ക് കട്ട് ചെയ്യാം. കുറച്ച് യാണ് വിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഈ യാണിനെ പുറത്തെടുക്കണം. പുറത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, സെക്യൂർ ആയിക്കോളും. ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടി സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് വയ്ക്കാം. തേർഡ് റൗണ്ടിൽ യാൺ കളർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓഫ് വൈറ്റ് കളർ യാൺ എടുക്കുക. യാൺ എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഓരോരോ ക്ലസ്റ്ററിനിടയ്ക്ക് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ചെയിനിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഓഫ് വൈറ്റ് കളർ യാണിനെ അറ്റാച്ച് ചെയ്യണം. ഒരു ചെയിൻ ഇട്ടാൽ മതി, അത് സെക്യൂർ ആയിക്കോളും. ഇത് 2 ചെയിൻ 1 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് നമ്മൾ തേർഡ് റൗണ്ടിൽ ചെയ്യാൻ പോണത് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. യാണിനെ വലിച്ച് 3 ലൂപ്പിനുള്ളിൽ കൂടിയും പുറത്ത് കൊണ്ടുവരണം. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയിൻ 2 1 2 ചെയിൻ ഇടുക. ഇനി നെക്സ്റ്റ് ഇത് ക്ലസ്റ്റർ സ്റ്റിച്ചാണ്. നെക്സ്റ്റ് ചെയിൻ സ്പേസിലാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ
2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 ചെയിൻ 2 1 2 ചെയിൻ 2 ഇടുക. നെക്സ്റ്റ് ചെയിൻ നോൺ സ്പേസിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ തേർഡ് റൗണ്ട് ഇതാണ് ചെയ്യേണ്ടത്. ചെയിൻ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ചെയ്തിട്ട് 2 ചെയിൻ 2. ഓരോരോ ചെയിൻ ഓൺ സ്പേസിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വേണം ചെയ്യേണ്ടത്. തേർഡ് റൗണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ. 1 2 ചെയിൻ 2. അപ്പോൾ തേർഡ് റൗണ്ട് സെയിം പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഓരോരോ ചെയിൻ ഓൺ സ്പേസിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, ഇടയിൽ ചെയിൻ 2 ഇടണം. ചെയിൻ 2 നെക്സ്റ്റ് ഇവിടെ ചെയിൻ 2 ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയിൻ 2, നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ. ഈ സെയിം പാറ്റേൺ വേണം കണ്ടിന്യൂ ചെയ്യാൻ. തേർഡ് റൗണ്ടിൽ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് തേർഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. തേർഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിൻ ഓൺ സ്പേസിലും കൂടി 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ചെയിൻ 2, സെക്കൻഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് തേർഡ് റൗണ്ടിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫോർത്ത് റൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയിൻ 2 സ്പേസിനെ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലാണ്, നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യയിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫസ്റ്റ് ഈ സ്റ്റിച്ചിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോവുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. തൊട്ടടുത്ത സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിൽ കൊണ്ടുവരികയാണ് ഹുക്കിനെ. അപ്പോൾ സ്റ്റിച്ചിൽ ഹുക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെയിൻ 1 ഇട്ടിട്ട് ചെയിൻ 3 ഇട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതൊരു ഫിനിഷിങ് ലുക്കിൽ കിട്ടില്ല. ഇപ്പോൾ ചെയിൻ 3 ഇടുമ്പോൾ നമുക്കതൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ പക്ഷെ നമുക്കതൊരു ഫിനിഷിങ് ലുക്കിൽ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയിൻ 3 ഇടാതെ ചെയിൻ 1 ഇടുക. ചെയിൻ 1 ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ച് പുറത്തെടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്സ് ഉണ്ട്. ഈ 2 ലൂപ്പിൽ കൂടിയും യാണിനെ പുറത്ത് കൊണ്ടുവരാൻ പാടില്ല. ഫസ്റ്റ് ലൂപ്പിൽ മാത്രം യാണിനെ പുറത്ത് കൊണ്ടുവരണം. എന്നിട്ട് ഇപ്പോൾ 2 ലൂപ്സ് ഉണ്ട്. ഈ 2 ലൂപ്പിലും കൂടി യാണിനെ വലിച്ച് പുറത്ത് കൊണ്ടുവരിക. ഇനി ഒരു ചെയിൻ കൂടി ഇട്ടാൽ ഇതൊരു ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇനി ഈ ചെയിൻ 2 സ്പേസിനുള്ളിൽ 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ടോട്ടലായിട്ട് നമ്മൾ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തിരിക്കുന്നത്. ചെയിൻ 2, വീണ്ടും ചെയിൻ 2 ഇട്ടിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. ഈ സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ 1 3 ഡബിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. ഇനി ഈ ചെയിൻ 2 സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ 1 2. അപ്പോൾ ടോട്ടലായിട്ട് 3 ഡബിൾ ക്രോഷ്യയാണ്. ഫോർത്ത് റൗണ്ടിൽ ടോട്ടലായിട്ട് 3 ഡബിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. ഇനി ചെയിൻ 2, വീണ്ടും ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ
ചെയിൻ 2 സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2. അപ്പോൾ ഫോർത്ത് റൗണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ഇട്ടിട്ട് ചെയിൻ 2 സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. എന്ത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റീസൺ പറഞ്ഞു തരാം. ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ സ്പൈറൽ ഷേപ്പ് കിട്ടുന്നത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ സ്പൈറൽ ഷേപ്പ് വരുന്ന കണ്ടോ, ഇങ്ങനെ ഒരു സ്പൈറൽ ഷേപ്പിൽ വരുന്ന കണ്ടോ സ്റ്റിച്ചസ്. ഇങ്ങനെ സ്പൈറൽ ഷേപ്പിൽ സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഫോർത്ത് റൗണ്ട് സെയിം പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ വേണം ചെയ്യാനായിട്ട്. സെക്കൻഡ് സ്റ്റിച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു ഡബിൾ ക്രോഷ്യ സെക്കൻഡ് സ്റ്റിച്ചിലിടണം. എന്നിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 സ്പേസിൽ 1 2 ടോട്ടലായിട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2. അപ്പോൾ ഫോർത്ത് റൗണ്ട് ഈ സെയിം പാറ്റേൺ വേണം കണ്ടിന്യൂ ചെയ്യാൻ. ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ ചെയിൻ 2 സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ കൂടെ ഇടണം. അങ്ങനെ ടോട്ടലായിട്ട് 3 ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തിട്ട് ഫോർത്ത് റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. ഫോർത്ത് റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ചെയിൻ 2, ചെയിൻ 3 സ്പേസ് നേരത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തല്ലോ, ചെയിൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്തല്ലോ, അതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫോർത്ത് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫിഫ്ത്ത് റൗണ്ട്. ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഫിഫ്ത്ത് റൗണ്ട് ചെയ്യാനായിട്ടും ഫസ്റ്റ് സ്റ്റിച്ചിനെ നമ്മൾ സ്കിപ്പ് ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റിച്ചിലോട്ട് ഹുക്കിനെ കൊണ്ടുവരണമെങ്കിൽ സെക്കൻഡ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് വേണം ഹുക്കിനെ സെക്കൻഡ് സ്റ്റിച്ചിലോട്ട് കൊണ്ടുവരാനായിട്ട്. ഇനി ചെയിൻ 1 ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ വലിച്ചെടുത്ത് ഫസ്റ്റ് ലൂപ്പിൽ യാൺ വലിച്ചെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് ലൂപ്പിനെ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും യാൺ വലിച്ച് ഈ 2 ലൂപ്പിനുള്ളിൽ കൂടിയും പുറത്ത് കൊണ്ടുവരണം. പുറത്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച്. ഇത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയിൻ 2 സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഫിഫ്ത്ത് റൗണ്ടിൽ ടോട്ടലായിട്ട് 4 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചെയിൻ 2. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫസ്റ്റ് 3 ഡബിൾ ക്രോഷ്യയിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ ഒരു ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇതൊരു ചെയിൻ 2 സ്പേസ് ആണ്. ചെയിൻ 2 സ്പേസിൻ്റെ ഫസ്റ്റ് ചെയിൻ ആണിത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ഇടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു സ്റ്റിച്ച് ആ ചെയിൻ 1 സ്പേസിൽ കൂടി ഒരു സ്റ്റിച്ച് ഇടണം. ചെയിൻ 1 ഓർ ചെയിൻ 2 ആ സ്പേസിൽ ഒരു സ്റ്റിച്ച് ഇടണം. അപ്പോൾ ടോട്ടലായിട്ട് 4 സ്റ്റിച്ചസ് ആകും. ചെയിൻ 2 ഓർക്കുക, എപ്പോഴും ഫസ്റ്റ് സ്റ്റിച്ചിനെ നമ്മൾ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ.
നെക്സ്റ്റ് ചെയിൻ 2 സ്പേസിൽ ഫസ്റ്റ് ചെയിനുള്ളിൽ ഡബിൾ ക്രോഷ്യ, പിന്നെ ചെയിനിലൊരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, വീണ്ടും ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ, ഇനി ആ ചെയിൻ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ. ഫിഫ്ത്ത് റൗണ്ട് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. 4 ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യേണ്ടത്. എപ്പോഴും ഓർക്കുക, ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ, പിന്നെ ഈ ചെയിൻ 2 സ്പേസിൽ ഫസ്റ്റ് ചെയിനുള്ളിൽ തന്നെ നമുക്ക് ഡബിൾ ക്രോഷ്യ ഇടാൻ പറ്റും. അതിലൊരു ഡബിൾ ക്രോഷ്യ ഇട്ടിട്ട് പിന്നെ ആ ചെയിൻ സ്പേസിൽ കൂടി ഒരു ഡബിൾ ക്രോഷ്യ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ അങ്ങനെ 4 ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് ഓരോരോ സ്റ്റിച്ചിലും ചെയ്യേണ്ടത്. അപ്പോൾ 5th റൗണ്ട് ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തിട്ട് 5th റൗണ്ടിന്റെ എൻഡിൽ എത്തുമ്പോൾ കാണാം. 5th റൗണ്ടിന്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ചെയിൻ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ, 4 ഡബിൾ ക്രോഷ്യ ആയി. ചെയിൻ 2 സ്റ്റേജ് ഇട്ടിട്ട് ചെയിൻ 2 ഇട്ടിട്ട് നമ്മള് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 5th റൗണ്ടിനെ ക്ലോസ് ചെയ്യും. 5th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് 6th റൗണ്ട്. നെക്സ്റ്റ് 6th റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിനെ നമ്മൾ സ്കിപ്പ് ചെയ്യണം. ഈ ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്കിനെ കൊണ്ടുപോകണം. സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്കിനെ കൊണ്ടുപോകണമെങ്കിൽ സെക്കൻഡ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഹുക്കിനെ സെക്കൻഡ് സ്റ്റിച്ചിലോട്ട് കൊണ്ടുപോകുന്നു. ഇനി ചെയിൻ 1 ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ച് ഫസ്റ്റ് ലൂപ്പിൽ കൂടി പുറത്തെടുക്കണം. വീണ്ടും 2 ലൂപ്പിലും പുറത്തെടുത്തിട്ട് നെക്സ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച്. ഇത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇനി 4 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. 4 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ, ഈ ചെയിൻ ഓൺ സ്പേസിലും ഡബിൾ ക്രോഷ്യ, പിന്നെ ചെയിൻ സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ. ടോട്ടലായിട്ട് 5 ഡബിൾ ക്രോഷ്യ. 1 2 3 4 5 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയിൻ 2 ഇട്ടിട്ട് നെക്സ്റ്റ് സ്റ്റിച്ച് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ വേണം ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട്. 5 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 2 3 4 5. ചെയിൻ 2. നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്ന് ഡബിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യണം. 1 2 3 4 5. 1 2. 6th റൗണ്ടിലും സെയിം പാറ്റേൺ വേണം കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റിച്ച് ഇടാൻ പാടില്ല. ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 5 സ്റ്റിച്ചസ് ഇടണം. എന്നിട്ട് ചെയിൻ 2 വീണ്ടും 5 സ്റ്റിച്ചസ്. അങ്ങനെ ഈ 6th റൗണ്ടിൽ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് 6th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 6th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി നമുക്ക് സ്റ്റിച്ചസ് ഇടാം.
1 2 3 4 5. Chain 2, ഡബിൾ ക്രോഷ്യയുടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 6th റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. സിക്സ്ത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഓരോരോ റൗണ്ടിലും ഓരോരോ സ്റ്റിച്ചസ് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടേ ഇരിക്കും. ഓരോരോ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് ഓരോരോ സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് സെവൻത് റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഹുക്കിനെ അവിടെ കൊണ്ടുവന്നിട്ട് ചെയിൻ വൺ ഇടണം. ചെയിൻ വൺ ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ച് ഫസ്റ്റ് ലൂപ്പിനുള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവരണം. നെക്സ്റ്റ് 2 ലൂപ്പിനുള്ളിലും കൂടി പുറത്ത് കൊണ്ടുവന്നിട്ട് ചെയിൻ വൺ, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ 2 3 4 5 6 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 6 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ചെയിൻ 2. നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ 1 2 3 4 5 6 ചെയിൻ 2. നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ 1 2 3 4 5 6 ചെയിൻ 2. അപ്പോൾ 7th റൗണ്ടിൽ ഓരോരോ സ്റ്റിച്ചസിലും 6 ഡബിൾ ക്രോഷ്യേസ് വീതം ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 6 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യേണ്ടത്. ചെയിൻ 2 ഇടണം, എന്നിട്ട് 6 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 6 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 7th റൗണ്ട് ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്തിട്ട് 7th റൗണ്ടിന്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 7th റൗണ്ടിന്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി നമുക്ക് സ്റ്റിച്ചസ് ഇടാം. 1 2 3 4 5 6 ചെയിൻ 2. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 7th റൗണ്ടിനെ ക്ലോസ് ചെയ്യാം. 7th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് 8th റൗണ്ട് ചെയ്യാനായിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഹുക്കിനെ സെക്കൻഡ് സ്റ്റിച്ചിൽ കൊണ്ടുവന്നിട്ട് പ്രീവിയസ് റൗണ്ടിൽ ചെയ്തതുപോലെ തന്നെ ചെയിൻ 1 ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്ത് ഫസ്റ്റ് ലൂപ്പിനുള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവരണം. ഇപ്പോൾ ഹുക്കിൽ 2 ലൂപ്പുണ്ട്. ഈ 2 ലൂപ്പിനുള്ളിൽ കൂടിയും യാണ് കൊണ്ടുവരണം. ചെയിൻ 1, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് 2 3 ഓരോരോ സ്റ്റിച്ചസിലും ഡബിൾ ക്രോഷ്യ ചെയ്യാം. 3 4 5 6 7
എയ്ത്ത് റൗണ്ടിൽ ഓരോരോ സ്റ്റിച്ചസിലും ഡബിൾ ക്രോഷ്യ ചെയ്ത് നമുക്ക് 7 ഡബിൾ ക്രോഷ്യസ് ആണ് വേണ്ടത്. ചെയിൻ 2 ഇട്ടിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചസിൽ ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3 4 5 6 7 ചെയിൻ 2 നെക്സ്റ്റ് സ്റ്റിച്ചസിൽ ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ 1 2 3 4 5 6 7 ചെയിൻ 2. എയ്ത്ത് റൗണ്ടിൽ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. ഓരോരോ സ്റ്റിച്ചസിൽ നമുക്ക് എത്രയാണ് വേണ്ടത്? 7 ഡബിൾ ക്രോഷ്യസ് ആണ് വേണ്ടത്. 7 ഡബിൾ ക്രോഷ്യസ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ച് എപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 7 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് എയ്ത്ത് റൗണ്ടിന്റെ എൻഡിലെത്തുമ്പോൾ കാണാം. എയ്ത്ത് റൗണ്ടിന്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചസിലും കൂടി സ്റ്റിച്ചസ് ഇടാം. 1 2 3 4 5 6 7 ചെയിൻ 2 ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് എയ്ത്ത് റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. എയ്ത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നയൻത് റൗണ്ടിലും സെയിം പാറ്റേൺ ആണ്. സെക്കൻഡ് സ്റ്റിച്ചിലാണ് സ്റ്റിച്ച് ഇടേണ്ടത്. സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്കിനെ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇതിൽ ഓരോരോ സ്റ്റിച്ചസിലും ഡബിൾ ക്രോഷ്യ ചെയ്യണം. 3 4 5 6 7 8 നെക്സ്റ്റ് ചെയിൻ 2. നയൻത് റൗണ്ടിൽ നമ്മൾ 8 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തത്. നെക്സ്റ്റ് ചെയിൻ 2. നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 9 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ചെയിൻ 2 ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 9 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ സെയിം മെത്തേഡാണ്, സെയിം പാറ്റേൺ ആണ് നയൻത് റൗണ്ട് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നയൻത് റൗണ്ട് സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് നയൻത് റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. നയൻത് റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചസിലും കൂടി നമുക്ക് സ്റ്റിച്ചസ് ഇടാം. ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 ചെയിൻ 2 ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നയൻത് റൗണ്ട് ക്ലോസ് ചെയ്യാം. നയൻത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
നെക്സ്റ്റ് 10th റൗണ്ട്. ഓരോരോ റൗണ്ടിൽ നമ്മൾ ഓരോരോ സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുന്നു, ഒരു സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്യുന്നു. 10th റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഹുക്കിനെ കൊണ്ടുപോകണം. ചെയിൻ 1 ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ, 1 2 3 ഡബിൾ ക്രോഷ്യസ് ആണ് ചെയ്യേണ്ടത്. 4 5 6 7 8 9. 10th റൗണ്ടിൽ അപ്പോൾ 9 ഡബിൾ ക്രോഷ്യസ് ആണ്. ചെയിൻ 2 ഇട്ടിട്ട് 10th റൗണ്ടിൽ 9 ഡബിൾ ക്രോഷ്യ ആണ്. ഓരോരോ സ്റ്റിച്ചിലും നെക്സ്റ്റിൽ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് 9 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. നെക്സ്റ്റ് 9 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2. ഇങ്ങനെ വേണം 10th റൗണ്ട് ചെയ്യാനായിട്ട്. 10th റൗണ്ട് ചെയ്തിട്ട് 10th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 10th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചസിലും കൂടി നമുക്ക് സ്റ്റിച്ചസ് ഇടാം. ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് 1 2 3 4 5 6 7 8 9. ചെയിൻ 2, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 10th റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. 10th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് 11th റൗണ്ട്. 11th റൗണ്ടിലും ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റിച്ച് ഇടേണ്ടത്. അതുകൊണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്കിനെ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. എന്നിട്ട് എല്ലാ സ്റ്റിച്ചസിലും ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. 11th റൗണ്ടിൽ 10 ഡബിൾ ക്രോഷ്യസ് ആണ് ചെയ്യേണ്ടത്. ഓരോന്നിലും 10 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 10 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് 11th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 11th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റിൽ സ്റ്റിച്ചസിലും കൂടി നമുക്ക് സ്റ്റിച്ചസ് ഇടാം. ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ 1 2 3 4 5 6 7 8 9 10. Chain 2, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 11th റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യും.
11th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് 12th റൗണ്ടിൽ നമുക്ക് സെക്കൻഡ് സ്റ്റിച്ചിൽ വേണം. ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്കിനെ കൊണ്ടുവരണം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഹുക്കിനെ കൊണ്ടുവന്നിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 chain 2. അപ്പോൾ 12th റൗണ്ടിൽ നമുക്ക് 11 ഡബിൾ ക്രോഷ്യസ് ആണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ച് ചെയ്ത് 11 ഡബിൾ ക്രോഷ്യസ് ചെയ്യുക. നെക്സ്റ്റ് ചെയിൻ 2, ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ച് ചെയ്ത് 11 ഡബിൾ ക്രോഷ്യ ചെയ്തു, ചെയിൻ 2. ഇങ്ങനെ 12th റൗണ്ട് സെയിം പാറ്റേൺ ചെയ്തിട്ട് 12th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 12th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചസിലും കൂടി നമുക്ക് സ്റ്റിച്ചസ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 chain 2. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 12th റൗണ്ട് ക്ലോസ് ചെയ്യും. 12th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് 13th റൗണ്ടിൽ നമ്മൾ യാൺ കളർ ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. ഓഫ് വൈറ്റ് കളർ ഇവിടത്തോടെ 12th റൗണ്ടോടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് യാൺ കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓഫ് വൈറ്റ് കളർ യാൺ നമുക്ക് സെക്യൂർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെയിൻ 1 ഇടുക. ചെയിൻ 1 ഇട്ടിട്ട് കുറച്ച് യാൺ വിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് യാണിനെ പുറത്തെടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടിലാണ് ടേബിൾ മേറ്റിൻ്റെ ബോർഡേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.